ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ 3ാമത്തെ പാഠമാണ്. ഡെയ്സി ചെടി എന്നൊരു കഥയാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഈ കഥയും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മളിന്ന് ചെയ്തു നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകളെല്ലാം STD 5 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഡെയ്സി ചെടി. നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട്. ചുറ്റും വേലി കെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി ഒരു ഡെയ്സി ചെടി ഉണ്ടായിരുന്നു. നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് അത് നന്നായി വളർന്നു വന്നു. ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂവിടർന്നു. നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവ്. പുല്ലിനിടയിൽ തന്നെ ആരും കാണില്ലല്ലോ എന്ന് ഡെയ്സി ചിന്തിച്ചില്ല. സംതൃപ്തിയോടെ അവൾ സൂര്യനഭിമുഖം നിന്നു. അന്തരീക്ഷത്തിൽ ഉയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു. പൂ വിചാരിച്ചു, എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റെനിക്ക് ഉമ്മ തരുന്നു. ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്. തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. നിറമുള്ളവയും വലുപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുന്നു. വേലിക്ക് സമീപമുള്ള ഡെയ്സിയെ ആരും ശ്രദ്ധിച്ചില്ല. ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. അത് പറന്നു വന്നത് ഡെയ്സിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ്. വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു. എന്നിട്ട് സ്വയം പറഞ്ഞു, എന്ത് മാർദ്ദവമുള്ള പുല്ല്, സ്വർണ്ണഹൃദയവും വെള്ളിയുടുപ്പുമുള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ്. ഡെയ്സിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു, പാട്ടുപാടി. എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു. പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി. മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു. ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡെയ്സിക്ക് സന്തോഷം തോന്നി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി. രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു. പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു. പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു. അതിനു കാരണവുമുണ്ടായിരുന്നു. ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ചു കൂട്ടിലാക്കി. സ്വാതന്ത്ര്യവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു. ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി. ഡെയ്സി ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു. സൂര്യൻ്റെ ഇളം ചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു. തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത. തനിക്കതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി. ആ സമയം 2 ആൺകുട്ടികൾ അവിടെ എത്തി. അവർ ഡെയ്സിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡെയ്സി കിളിയുടെ കൂട്ടിലെത്തി. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെപ്പറ്റി ഓർത്ത് കരഞ്ഞു. ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു. കൊച്ചുപൂവിനാവട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ചൊരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. വാനമ്പാടി കരഞ്ഞു പറഞ്ഞു. ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി. എന്നിട്ട് ഡെയ്സിയുടെ നേരെ നോക്കി തല കുനിച്ചു പറഞ്ഞു, പാവം പൂവേ, നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ. എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിന് പകരം നിന്നെയും ഈ പുൽത്തകിടിയെയും അവർ എനിക്ക് തന്നു. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. നിൻ്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. കഷ്ടം, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാനിപ്പോൾ അറിയുന്നു. എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഡെയ്സി വിചാരിച്ചു. വൈകുന്നേരമായി. എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളിക്ക് കൊടുക്കാൻ ആരും എത്തിയില്ല. ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു. അതിൻ്റെ പാട്ട് വിലാപമായി മാറി. തല പൂവിന് നേരെ ചാഞ്ഞു. ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു. ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല. 2 കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴിയുണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വച്ച് ശവസംസ്കാരം നടത്തി. പുൽത്തട്ട് ഡെയ്സി ചെടിയോടൊപ്പം അവർ നിലത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെക്കുറിച്ച് ആരും ഓർത്തില്ല. ആൻഡേഴ്സൺ കഥകളിൽ നിന്നെടുത്തൊരു ഭാഗമാണ്. വിവർത്തനം ചെയ്തത് വിജയനാണ്. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയാലോ. കഥയോടൊപ്പം
കഥ ഒന്നോ രണ്ടോ തവണ മൗനമായി വായിക്കൂ. പല ഭാഗങ്ങളായി വായിച്ചവതരിപ്പിക്കൂ. ഇത് മക്കൾ ക്ലാസ്സിൽ നിന്നും വീട്ടിൽ നിന്നുമെല്ലാം ചെയ്തു നോക്കണേ. വരികൾക്കിടയിൽ ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. ആരാണിങ്ങനെ പറഞ്ഞത്? ഏത് സന്ദർഭത്തിൽ? ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം? എഴുതി നോക്കൂ. കൂട്ടിൽ കിടക്കുന്ന വാനമ്പാടിയാണ് ഇങ്ങനെ പറഞ്ഞത്. പ്രകൃതിയെ സ്നേഹിച്ചും സ്വാതന്ത്ര്യം ആസ്വദിച്ചും മനോഹരമായ പാട്ടുപാടിയും നടന്നിരുന്ന വാനമ്പാടിയെ 2 കുട്ടികൾ ചേർന്ന് കൂട്ടിലടയ്ക്കുന്നു. ദുഃഖവും ദാഹവും സഹിക്കവയ്യാതെ വാനമ്പാടിയുടെ പാട്ട് വിലാപഗാനമായി മാറുന്നു. പക്ഷിക്ക് കഴിക്കാനായി കുട്ടികൾ ഡെയ്സി ചെടിയെ പറിച്ച് കൂട്ടിൽ വച്ചു കൊടുക്കുന്നു. കാടും ലോകവും നഷ്ടപ്പെട്ട വാനമ്പാടിക്ക് പിന്നീട് കൂട്ടായുള്ളത് ആ കൂട്ടിലെ ഡെയ്സി ചെടി മാത്രമായി. തൻ്റെ ലോകം അതിൽ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വാനമ്പാടി, ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് എന്ന് ഡെയ്സിയോട് പറയുന്നു. സ്വാതന്ത്ര്യവും സ്വപ്നവും നഷ്ടപ്പെട്ട ഒരാൾ സ്വയം ആശ്വാസം കണ്ടെത്തുന്ന വാക്കുകളായി ഇത് മാറുന്നു. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രകൃതി പാഠങ്ങൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. ഈ 3 പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കൂ. പ്രകൃതി പല പാഠങ്ങളാണ് നമ്മെ പലപ്പോഴായി പഠിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ പ്രകൃതി സ്നേഹത്തിൻ്റെ ആഴം നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ അത് പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര ആശ്രയത്വത്തിൻ്റെയും പാഠങ്ങളാവുന്നു. മറ്റു ചിലപ്പോൾ അത് നഷ്ടപ്പെടലുകളുടെ പേടിപ്പെടുത്തുന്ന പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പാഠങ്ങളായിരുന്നു മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി എന്നിവ. പി. മധുസൂദനൻ നായർ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായ പൂക്കളെക്കുറിച്ചാണ് ഈ കവിതയിലുടനീളം പറയുന്നത്. മുക്കുറ്റിപ്പൂവിൻ്റെയും പനിനീർ പൂവിൻ്റെയും ജമന്തി പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും കൃഷ്ണകിരീടത്തിൻ്റെയും തുമ്പയുടെയും വാടാമല്ലിയുടെയും എല്ലാം സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇതിൽ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്. ഏത് വേനലിലും വാടാത്തവരും ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്നവരുമാണ് ഈ പൂക്കളെല്ലാം തന്നെ എന്നതാണ് കവി ഇതിൽ പൂക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സവിശേഷത. വേനൽ മഴയുടെ ഭംഗിയെ സൂക്ഷ്മമായി ഒപ്പിയെടുത്തിരിക്കുന്ന അനുഭവക്കുറിപ്പാണ് ഈ സോമനാഥിൻ്റെ കാട്ടിലെ മഴ. കാട്ടിൽ പെയ്യുന്ന ആദ്യ മഴയുടെ ഭംഗിയെയും കാടിന് വരുന്ന പുത്തൻ ഉണർവിനെയും അതിമനോഹരമായി ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാം. വറ്റിവരണ്ടിരിക്കുന്ന പുഴകളെയും ഉണങ്ങി നശിച്ചിരിക്കുന്ന കാടിനെയും വേനൽ മഴ എത്ര സൗന്ദര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് എഴുത്തുകാരൻ ഇതിൽ കാണിച്ചിരിക്കുന്നു. ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് എ. വിജയൻ്റെ ഡെയ്സി ചെടി. പുല്ലുകൾക്കിടയിൽ മുളച്ച മനോഹരിയായ ഡെയ്സി പൂവിനെ സ്നേഹം കൊണ്ട് ഉമ്മ വയ്ക്കുന്ന വാനമ്പാടിയും കൂട്ടിലകപ്പെടുന്ന വാനമ്പാടിയെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ നിസ്സഹായയായി നിൽക്കേണ്ടി വരുന്ന ഡെയ്സി ചെടിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. പരസ്പര സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തിനപ്പുറം പ്രകൃതിയിലെ ഓരോ ജീവിക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. 3 പാഠങ്ങളും പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ പ്രകൃതി ഏറെ സൗന്ദര്യം നിറഞ്ഞവളാണ്. ആ സുന്ദരമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പ്രകൃതിയിലുള്ള പൂക്കളാവട്ടെ, മരങ്ങളാവട്ടെ, പുഴകളാവട്ടെ, കിളികളാവട്ടെ, എല്ലാറ്റിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനെയും നാം നശിപ്പിക്കരുത്. നമ്മെപ്പോലെ തന്നെ പ്രകൃതിയിലെ ഓരോന്നിനും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യവും നാം ഇല്ലാതാക്കരുത്. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. അപ്പോൾ ഇത്രയുമാണ് ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങളും. ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മക്കൾക്ക് മനസ്സിലായോ? ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ എല്ലാം വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കില്ലല്ലോ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഏതൊക്കെ പാഠങ്ങളുടെ വീഡിയോകളാണ് വേണ്ടതെന്നും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്